പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സഭാമധ്യേ അവന്റെ അധരം തുറക്കുകയും കർത്താവ് ജ്ഞാനത്തിന്റെയും ബുദ്ധിശക്തിയുടെയും ചൈതന്യം അവനെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ വസ്ത്രം അവനെ ധരിപ്പിച്ചു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ വിശുദ്ധ ബെനവെൻച്വറിനെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ഒരു ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ സഭയിൽ വൈദികനായ അദ്ദേഹത്തിന് 4 വയസ്സുള്ളപ്പോൾ വളരെ മാരകമായ രോഗം പിടിപെട്ടു. അവൻ്റെ അമ്മ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നു. അങ്ങനെ അവൻ്റെ രോഗം മാറുകയും ഫ്രാൻസിസ് പുണ്യവാളൻ തന്നെ അവനെ ബോന വെന്തൂര എന്ന് വിളിച്ചു. എന്ന് വെച്ചാൽ ഉത്തമ ഭാഗ്യം എന്നാണ് ആ വാക്കിൻ്റെ ആ പേരിൻ്റെ അർത്ഥം. പിന്നീട് ആ സഭയുടെ ശ്രേഷ്ഠനായി മാറുന്നത് നമുക്കറിയാവുന്ന സഭയിലെ വളരെ ബുദ്ധിരാക്ഷസന്മാരായ ഒരു വിശുദ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തിരുസഭാ പണ്ഡിതൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് സമകാലീന ഒരുമിച്ച് ഡോക്ടറേറ്റ് എടുത്ത മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ തോമസ് അക്വൈറസ്. ഈശോ അവന് പ്രത്യക്ഷപ്പെട്ട് തോമസ് നീ എന്നെക്കുറിച്ച് നല്ലതുപോലെ എഴുതുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മഹാന്മാരായ വിശുദ്ധന്മാരുടെ ഓർമ്മയാണ് നമ്മൾ ഓരോ ദിവസവും സഭയിൽ ആഘോഷിക്കുന്നത്. ഈ മഹാവിശുദ്ധൻ 53-ാം വയസ്സ് ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈശോയെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു. ഈ ദിവ്യബലിയിലേക്ക് അവർ തീക്ഷ്ണതയോടെ അർപ്പിച്ച ഈ ദിവ്യബലിയിലേക്ക് നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ മനസ്സിൽ ചേർത്ത് വയ്ക്കാം. ഇവരുടെ വലിയ മാധ്യസ്ഥം നമുക്കുണ്ടെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാം. നമുക്ക് മുമ്പേ ഈശോയെ ജീവിച്ച് നടന്നു പോയവരാണിവർ. നമ്മൾ നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ സന്നിധിയിൽ നമ്മൾ ചേർത്ത് വയ്ക്കുകയും നിരവധിയായി നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും കർത്താവിനോടും സഹോദരരോടും മാപ്പുകാരോടും യാചിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വലിയ പാപം ചെയ്തു പോയി. എൻ്റെ വീഴ എൻ്റെ വലിയ വീഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മെത്രാനായ വിശുദ്ധ ബെനവെന്തൂരായുടെ സ്വർഗീയ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മഹത്തായ ജ്ഞാനത്താൽ അഭിവൃദ്ധി പ്രാപിക്കാനും അദ്ദേഹത്തിൻ്റെ സ്നേഹതീക്ഷ്ണത നിരന്തരം അനുകരിക്കാനും അനുഗ്രഹം നൽകണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എൻ്റെ കോപത്തിൻ്റെ ദണ്ഡും രോഷത്തിൻ്റെ വടിയുമായ അസിറിയ അധർമ്മികളായ ജനങ്ങൾക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എൻ്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ചവസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവൻ്റെ ഉദ്ദേശം അതല്ല, അവൻ്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്.
അനേകം ജനതകളെ വിച്ഛേദിച്ചു കളയുകയാണ് അവൻ്റെ ഉദ്ദേശം. അവൻ പറയുന്നു, എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു, ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റന്റെ കരുത്തോടെ താഴെ ഇറക്കി. പക്ഷിക്കൂട്ടിൽ നിന്നെന്ന പോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വായു തുറന്ന് ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുന്നു, അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുന്നു. ദണ്ട് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണ് അത്. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്, കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗം അയക്കും. കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹശക്തി ജ്വലിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവെ, അവർ അങ്ങയുടെ ജനത്തെ ഞെരുക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും വിദ്യാഭ്യാസം വധിക്കുന്നു, അനാഥരെ കൊന്നുകളയുന്നു. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. പടുവിട്ടികളെ അറിഞ്ഞുകൊള്ളുവിൻ, ഘോഷരെ നിങ്ങൾക്ക് എന്ത് വിവേകം വരും. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നും കണ്ണ് നൽകിയവൻ കാണുന്നില്ലെന്നും ജനതകളെ സൃഷ്ടിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നും അറിവില്ലെന്നും കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവമാവും. പരമാർത്ഥ ഹൃദയമുള്ളവൻ അത് മാനിക്കും. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ. കർത്താവിനോടുകൂടി വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ തിരുവൾത്താരയിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം. ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവ് കോവിഡ് രോഗബാധയിൽ നിന്നും ലോകം മുഴുവനെയും വിമുക്തമാക്കട്ടെ. നമ്മുടെ നാടിനെ അവിടുന്ന് തൻ്റെ സൗഖ്യത്തിൻ്റെ വലയത്തിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം.
നമ്മുടെ നാടിനെ അവിടുന്ന് ഐശ്വര്യസമ്പൂർണ്ണമാക്കണമേ എന്നും നമ്മുടെ തൊഴിൽ മേഖലകളെ അവിടുന്ന് സമർത്ഥമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലയളവിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ പ്രാർത്ഥനയിലും പരിഹാര പ്രവൃത്തികളിലും നമ്മളെ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയുള്ളവരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിജ്ഞാനത്തിലും വിവേകത്തിലും വിശുദ്ധിയിലും ഈ കാലയളവിൽ അവർ വളർന്നു വരട്ടെ. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആജ്ഞകളെല്ലാം കർത്തൃസന്നിധിയിൽ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേകം നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരുന്നുവെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ദൈവമേ, വിശുദ്ധ ബെനവന്തൂരിന്റെ തിരുനാളിൽ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ ബലി അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്ബോധനത്താൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളെയും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ വിശുദ്ധ ബെനവന്തൂരിന്റെ തിരുനാളാഘോഷത്തിൽ ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗ്ഗവും ഭൂമിയും മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു
ദൈവമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ബെനവെന്തോരിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച്
സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ തിരുനിന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് സത്യമായും ഈ ദിവ്യ കൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ ദിവ്യാഗത്തിൽ പങ്കുകൊള്ളുന്ന സകലരുടെയും ആത്മാവിലേക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് ആത്മീയമായി എഴുന്നള്ളണമേ. കർത്താവേ, ജീവന്റെ അപ്പമായ പരിപോഷിപ്പിക്കുന്ന ഇവരെ ക്രിസ്തു വഴി പഠിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ ബലവന്തൂരിന്റെ തിരുനാളിൽ അങ്ങേ സത്യം അവർ ഗ്രഹിക്കുകയും സ്നേഹത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.